പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും ആമേൻ. എൻ്റെ കുഞ്ഞുമക്കളെ, മാതാപിതാക്കളെ, പ്രായമായിട്ട് വീട്ടിലിരിക്കുന്നവരെ, സുഖമാണോ? മന്നായുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ വലിയ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഒരു പുതിയൊരു മുഖമാണല്ലേ, നിങ്ങൾ പലർക്കും എന്നെ അറിയാം, അറിയാത്തവരുണ്ടാകാം. സിർലച്ചനാണ്, ഇപ്പോൾ പട്ടിക്കാട് പള്ളിയിൽ സേവനം ചെയ്യുന്നു. കുറച്ച് ദിവസങ്ങൾ ഈ മന്നായുടെ എപ്പിസോഡിൽ നമുക്ക് ചില ആത്മീയമായിട്ടുള്ള വിശുദ്ധ വേദഗ്രന്ഥ ഭാഗങ്ങൾ ചർച്ച ചെയ്യാം. നമ്മുടെ ആത്മീയ ജീവിതത്തിന് ശ്രദ്ധിച്ചേക്കണം. നിങ്ങളുടെ ഭൗതിക ജീവിതത്തിന് പറ്റി യാതൊന്നുമല്ല കേട്ടോ. ആത്മീയ ജീവിതത്തിനുതകുന്ന ചില ചിന്തകൾ, എൻ്റെ തമ്പുരാൻ വെളിപ്പെടുത്തുന്ന ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ഇങ്ങനൊരു ദൗത്യം എന്നിലേക്ക് വന്നപ്പോൾ ഞാൻ പ്രാർത്ഥനാപൂർവ്വം, കർത്താവേ, എന്താണ് ഇവരോട് അങ്ങ് പറയാൻ ആഗ്രഹിക്കുന്നത്? ഉടനെ വന്നൊരു ചിന്ത, അല്ലെങ്കിൽ കർത്താവ് വിശുദ്ധ വേദഗ്രന്ഥത്തിലൂടെ വെളിപ്പെടുത്തിയത് പുറപ്പാട് പുസ്തകത്തിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ തിരുവചനമാണ്. മനോഹരമാണ് കേട്ടോ അത്. നിങ്ങൾ രാവിലെ മാംസം തിന്നും, വൈകുന്നേരം അപ്പം തിന്നും. 40 വർഷം കർത്താവ് കൊടുത്ത ഭക്ഷണത്തിൻ്റെ, അല്ലെങ്കിൽ സംതൃപ്തിയോളം കർത്താവ് കൊടുത്ത ആത്മീയ ഭക്ഷണമല്ല, ഭൗതിക ഭക്ഷണത്തിൻ്റെ മനോഹരമായൊരു നേർക്കാഴ്ച. ഞാനത് വായിച്ചപ്പോൾ ഇങ്ങനെ ഈ വിശുദ്ധ നാടുകളൊക്കെ സന്ദർശിച്ച ഒരു വ്യക്തിയായിട്ട് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞ മനോഹരമായ ഒരു കാര്യമുണ്ട് കേട്ടോ. അച്ഛാ, ഈജിപ്തിൽ നിന്ന് കാനാനിലേക്ക് 40 വർഷം യാത്രയൊന്നുമില്ല, ബൈബിളൊക്കെ തെറ്റാച്ചാ. ആകെ 4 ദിവസത്തെ 10 ദിവസത്തെ യാത്ര മാത്രമേ ഉള്ളൂ. ഇതെന്തി 40 വർഷം എഴുതിയിരിക്കുന്നത്? ചില കാര്യങ്ങളൊക്കെ തമ്പുരാൻ്റെ ഇതുപോലെ ഒന്ന് വട്ടം കറക്കിയിട്ടേ പുള്ളി നമുക്ക് തരത്തുള്ളൂ കേട്ടോ. ചില കാര്യങ്ങളൊക്കെ 4 ദിവസത്തെ യാത്ര, ചിലപ്പോൾ 14ഉം 40ഉം ദിവസങ്ങളൊക്കെ കർത്താവ് ആക്കിയേക്കും. അതിനിടയിൽ ഇവർക്ക് കൊടുത്ത മനോഹരമായിട്ടുള്ള ചില സന്ദേശങ്ങളുണ്ട്, ചില ഭക്ഷണങ്ങളുണ്ട്, ചില കൂട്ടായ്മകളുണ്ട്, എല്ലാം ഉണ്ട് അതിൽ. ഞാൻ ആലോചിക്കുക, നീ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പട്ടിക്കാട് മാർത്തോമാസ്ലീഹായുടെ നാമധേയത്തിലുള്ള പള്ളിയിൽ ഇപ്പോൾ സേവനം അനുഷ്ഠിക്കുന്നു. അവിടെ വിദ്യാരംഭ പ്രാർത്ഥന നടക്കുക. 150 കുട്ടികളുണ്ട്. അവരൊക്കെ വന്നു, അവരെ പ്രാർത്ഥിച്ച് വിദ്യാരംഭത്തിനൊക്കെ ഒരുക്കിയപ്പോഴാണ് ഒരു കൊച്ചുമിടുക്കൻ ഒരു ഇച്ചിരി നേരം വൈകി. അവൻ്റെ അപ്പനോടി വന്നു, അച്ഛാ ഒന്നുകൂടി ഒരാളും കൂടി ഉണ്ട് കേട്ടോ, പ്രാർത്ഥിച്ചേക്കാം. എൻ്റെ തലയിൽ കൈവച്ചൊക്കെ പ്രാർത്ഥിച്ചേ. അപ്പോൾ ഞാൻ എപ്പോഴും മാതാപിതാക്കളോട് പറയാറുണ്ട്, മക്കളെ അനുഗ്രഹിക്കാനുള്ള വലിയൊരു കൃപ മാതാപിതാക്കൾക്കുണ്ട് കേട്ടോ. ഏത് അച്ഛൻ പ്രാർത്ഥിക്കുന്നതിലും വലിയൊരു അഭിഷേകമാണ്, കൃപയാണ് നിങ്ങളുടെ മക്കൾക്ക് ലഭിക്കുക. മാതാപിതാക്കൾ പ്രാർത്ഥിക്കും. അപ്പോൾ മാതാപിതാക്കളുടെ കൈയൊക്കെ അവൻ്റെ തലയിൽ പിടിച്ചു വെച്ച് അവനങ്ങ് പ്രാർത്ഥിച്ച് വിദ്യാരംഭത്തിനൊക്കെ ഒരുക്കി അവനെ വിട്ടപ്പോൾ അവൻ്റെ പേരൊക്കെ ചോദിച്ച്, പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവൻ്റെ പേരൊക്കെ ചോദിച്ച് അവസാനം ഒരു ചോദ്യം ചോദിച്ചു, എന്താ നിനക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം? ഒന്നുമല്ല, ഒരു ചോക്ലേറ്റ് എന്തെങ്കിലും ഉണ്ടാകുന്ന അവന് കൊടുക്കാൻ വേണ്ടിയായിരുന്നു ചോദിച്ചേ. ഉടനെ എടുത്ത വഴിക്കുക കൊച്ചുമെടുക്കുമ്പോൾ, അച്ഛാ എനിക്ക് കൊക്കക്കോളയും ബർഗറാണ് ഇഷ്ടമെന്ന്. കുട്ടികളുടെ ടേസ്റ്റൊക്കെ മാറി, കുട്ടികളുടെ ഭക്ഷണ രീതികളൊക്കെ മാറി. പക്ഷേ എൻ്റെ കർത്താവിൻ്റെ ആ കനാൻ ദേശത്തേക്കുള്ള ഇസ്രായേൽ മക്കളുടെ നടപ്പിലെ അവർക്ക് ഈ 40 വർഷം ഒരേ ഭക്ഷണമേ ഉള്ളൂ. രാവിലെ മന്ന, വൈകിട്ടാകുമ്പോൾ കാടയിറച്ചി. ഇത് തന്നെ തുടർച്ചയായിട്ട് അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കും. ഒരു മടുപ്പുമില്ലാതെ, പിറുപിറുപ്പുകളില്ലാതെ, രുചികരമായ. ചെറുപ്പത്തിൽ വലിയ ഇഷ്ടമായിരുന്നു കേട്ടോ. ഈ ഭാഗമൊക്കെ ഞങ്ങളുടെ മതാധ്യാപകർ, സൺഡേ സ്കൂൾ അധ്യാപകർ പറഞ്ഞു തരുമ്പോൾ, തേനിനെ പോലെ മധുരമുള്ള, കൊത്തമലരി പോലെ, ചെതമ്പൽ പോലെയുള്ള മനോഹരമായ മന്ന, വെളുത്ത നിറമുള്ള മന്ന എന്നൊക്കെ പറയുമ്പോൾ കൊതിയോടെ ആ അധ്യാപകരെ നോക്കിയിരിക്കാറൊക്കെയുണ്ട്. മടുപ്പ് കൂടാതെ അവർ ഈ 40 വർഷം ഭക്ഷിക്കുമ്പോഴും ചില നിബന്ധനകളുണ്ട് കേട്ടോ. ഓർത്തേക്കണം, നിനക്ക് എന്ത് കർത്താവ് തരുമ്പോഴും ചെറിയൊരു ബോക്സ് അവിടെയുണ്ട്. ഈ ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിച്ചേക്കരുതേ എന്നൊരു ചെറിയൊരു വാണിങ് നിനക്കുണ്ട്. അങ്ങ് ഏദൻ തോട്ടം മുതൽ തുടങ്ങിയതാണ്. ഏദൻ തോട്ടത്തിൽ ആദത്തിനും ഹവ്വയ്ക്കും കൊടുത്ത് ഈ
മരത്തിലെ പഴം നീ തിന്നേക്കരുത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നിനക്ക് കാഴ്ച പ്രാപിക്കണമെങ്കിൽ നീ ശിലോഹം കുളത്തിൽ പോയി, അങ്ങനെ ചില കണ്ടീഷനുകൾ കർത്താവ് എപ്പോഴും തരും. അത് തമ്പുരാനെ ഞാൻ പറയാം ഒരു കെണി, ഒരു ചെറിയൊരു കെണി നമുക്ക് തരുന്നതാണ്. അതുപോലെ ഇവർക്കുമുണ്ട്, ആവശ്യത്തിലധികം നീ എടുത്തേക്കരുത്. അത് ചെറിയ കുട്ടിയായാലും വലിയവനായാലും എത്ര പ്രായമായാലും നിനക്ക് ചില നിബന്ധനകളുണ്ട്. ആവശ്യത്തിൽ കൂടുതൽ എടുത്തേക്കരുത്. എടുത്തു കഴിഞ്ഞാൽ അത് നാളെ പുഴുവരിക്കുന്ന, നിനക്ക് ഭക്ഷ്യയോഗ്യമല്ലാത്തതായിട്ട് തീരും. ഞാൻ ചിന്തിക്കായിരുന്നു, ഇത്രയും ടേസ്റ്റുള്ളൊരു സാധനം, ഇത്രയും മനോഹരമായ കർത്താവ് സ്വർഗത്തിൽ നിന്ന് നൽകുന്നൊരു സാധനം, ഒരു അല്ലി പോലും കൂടുതൽ എടുക്കാനായിട്ട് ഇവർക്ക് സാധിച്ചില്ല എന്നത് വലിയ കഷ്ടമായിട്ട് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതിൽ ഒളിഞ്ഞിരിക്കുന്ന മനോഹരമായൊരു കാര്യമില്ല. നിങ്ങൾ ചിന്തിച്ചേ, നമ്മൾ ഈ യാത്രകളൊക്കെ നടത്തുമ്പോൾ ചിലപ്പോൾ കണ്ടിട്ടില്ലേ, ചില എഴുതി വെച്ച് കണ്ടിട്ടില്ലേ, ലെസ് ലഗേജ് മോർ കംഫർട്ട്. നിനക്ക് ആവശ്യത്തിൽ കൂടുതൽ എന്തുണ്ടോ, ചിലപ്പോൾ സമ്പത്താവാം, അധികാരമാവാം. ചിലരൊക്കെ അറിയാം, നമുക്ക് 1-2 ജോഡി ചെരുപ്പുകളൊക്കെ നല്ലതാണ്. 10-12 ജോഡി ചെരുപ്പുകളുള്ളവരൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. അല്ലെങ്കിൽ വസ്ത്രമാവാം, എന്തായാലും നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഒരു മുട്ടുസൂചി പോലും വേണ്ട. അത് നിനക്ക് കംഫർട്ടല്ല തരുന്നത് കേട്ടോ, നിനക്ക് ഒരു സുരക്ഷിതത്വം അല്ല തരുന്നത്. പുഴുവരിക്കുന്ന നാളെ അത് കളയാൻ പാകത്തിനുള്ള ഒരു മനയായിട്ട് തന്നെ അത് തീരുന്ന നമ്മൾ ചിന്തിക്കേണ്ടത്. ആവശ്യത്തിലുള്ളത് എടുക്കാവൂ. അത് വലിയവനായാലും ചെറിയവനായാലും ആവശ്യത്തിൽ കൂടുതൽ എടുത്തേക്കരുതേ. കർത്താവിന് നേരെ പിറുപിറുക്കുന്നുണ്ട് ഇസ്രായേൽ ജനത. ഈ പിറുപിറുക്കുന്ന ഒക്കെ ഉത്തരവായിട്ടാണ് ഈ മന്ന അവർക്ക് കൊടുക്കുന്നത്. പ്രിയരെ, നമ്മൾ ഈ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രത്യേകം ഒന്ന് ഓർത്തേക്ക്, പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിലെ കർത്താവ് കൊടുക്കുന്ന സ്വർഗീയ അപ്പം. 1-2 സ്ഥലങ്ങളിൽ സങ്കീർത്തന പുസ്തകത്തിലും മറ്റുമൊക്കെ ഇതിന് പല പേരുകൾ കാണും. സ്വർഗീയ അപ്പം, സ്വർഗത്തിൽ നിന്നിറങ്ങിയ ഭക്ഷണം എന്നൊക്കെ പല വ്യാഖ്യാർത്ഥങ്ങൾ നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കും. ഈ മന്ന സുഭിക്ഷമായിട്ട് ഭക്ഷിക്കുക, പക്ഷേ മറ്റൊരുത്തൻ്റെ ഒരിക്കലും നീ എടുത്തേക്കരുത്. മുട്ടുസൂചി പോലും വേണ്ട. മറ്റൊരുത്തൻ്റെ ഒരു ചെതുമ്പൽ പോലും, ഒരു മന്ന പോലും നിനക്ക് ആവശ്യമല്ല. എനിക്ക് അർഹതപ്പെട്ടത്, എനിക്ക് ആവശ്യമുള്ളത് മാത്രം നീ എടുക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് മന്ന അതിൻ്റെ യഥാർത്ഥമായ രുചിയോടെയും അർത്ഥത്തോടെയും എനിക്ക് ഉപയോഗിക്കാനായിട്ടാവുക. മന്നയുടെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, എല്ലാ കാര്യത്തിലും അത്, സകല കാര്യത്തിലും അത്. അതുപ്രകാരം ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഈ ദിനങ്ങളിൽ കുറച്ച് ദിവസങ്ങൾ ഈ മന്നായിയുടെ ഈ എപ്പിസോഡുകളുമായിട്ട് നിങ്ങളുടെ ഇടയിൽ എനിക്ക് തോന്നുന്നത് തിങ്കളാഴ്ചകളിലായിരിക്കും മിക്കതും നിങ്ങളുടെ മൊബൈലിലും മറ്റൊക്കെ ആയിട്ട് നമുക്ക് സംസാരിക്കാൻ, കാണാൻ ഈ വീഡിയോ അവരേറിയാനുള്ള സാധ്യതകൾ ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങളുമായിട്ട് ആശയങ്ങൾ, ഭൗതികമായിട്ടുള്ള ആശയങ്ങളെക്കാൾ ഉപരി ആത്മീകമായിട്ടുള്ള ഈ മേഖലകളിലൂടെ നമുക്ക് കടന്നു പോകാം, ചിന്തിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. അതിലുപരിയായിട്ട് പ്രിയരെ, പ്രാർത്ഥന മുടക്കിയേക്കരുതേ. നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് യൂട്യൂബുകളിലൊക്കെ കാലഘട്ടത്തിൽ ചെറിയ ചില അപാകതകളും അല്ലെങ്കിൽ അപകടങ്ങളൊക്കെ പതിയിരിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനകൾ അല്ലെങ്കിൽ ഈ ആത്മീയ വചനങ്ങളൊക്കെ യൂട്യൂബിനേക്കാളും ഉപരിയായിട്ടൊക്കെ ദേവാലയങ്ങളിലേക്കൊക്കെ കടന്നു ചെല്ലുന്നേ, കുറച്ചു നേരം പ്രാർത്ഥിക്കുന്നത്, പ്രത്യേകിച്ച് സഭയ്ക്ക് വേണ്ടി, വൈദികർക്കൊക്കെ വേണ്ടി പ്രത്യേകം മധ്യസ്ഥം വഹിച്ച് ഉപവാസത്തോടെയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഈ ദിനങ്ങൾ പ്രത്യേകം ഓർക്കുക. നമുക്കറിയാം, ലോക സമാധാനത്തിന് യുദ്ധാന്തരീക്ഷം നിലനിൽക്കേണ്ട ആ മേഖലകളിൽ നമ്മുടെ ഇടവകൾക്ക് വേണ്ടി, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, നമ്മുടെ ഇടവക വൈദികർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥനാപൂർവ്വം, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുക. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കാം. നമുക്കൊരു കണ്ണുകളടച്ച്. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. അനാദി മുതൽ എന്നേക്കും ആമേൻ ആമേൻ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സർവേശ്വര കർത്താവേ, ഈ ദിവസം ഞങ്ങളിന്ന് കേട്ട വചനത്തിൽ ഊന്നി ജീവിക്കാൻ, പരിശുദ്ധ മന്നായുടെ ശക്തമായ ആ വചനത്തിൻ്റെ നിറവോടുകൂടി ജീവിക്കുവാനും ചിന്തിക്കുവാനും
ഞങ്ങളെങ്ങ് ക്രമപ്പെടുത്തി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും, ഞങ്ങളുടെ സഭയെ, സഭയിലെ വൈദികരെ, കുടുംബങ്ങളെ എല്ലാവരെയും അങ്ങ് ആശീർവദിക്കുകയും ദൈവാനുഗ്രഹങ്ങളെ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിന് അങ്ങയോട് നന്ദി പറയുന്നു. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേൻ.